നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനാപുരം തലവൂർ റൂട്ടിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള പൈപ്പ് ലൈനാണ് പൊട്ടിയത്. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പറങ്കിമാമുകൾ വാർഡിലാണ് സംഭവം. ഇവിടെ സ്ഥിരമായി പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകാറുണ്ടെന്നാണ് പരാതി ഉയരുന്നത്. ഇതിപ്പോ എത്ര നാളായി ഇതിന്റെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്? ഒരു 5 വർഷമെങ്കിലായി. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതുവരെ പ്രശ്നങ്ങളില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൈസ അനുവദിച്ച് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 2 കോടി രൂപ അനുവദിച്ചിരുന്നു. ആ 2 കോടി രൂപ അനുവദിച്ചത് അത് ക്യാൻസലായി പോയി. പിന്നെ ഒരു 4 കോടി 40 ലക്ഷത്തോളം അനുവദിച്ചതായിട്ടാണ് എന്നോട് AE പറഞ്ഞേക്കുന്നത്, PWDയുടെ എഞ്ചിനീയർ പറഞ്ഞേക്കുന്നത്. പക്ഷേ അത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ നിയമസഭയിൽ. ഇതുവരെ അത് പാസ്സാക്കി ഇതിന്റെ പണി തുടങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പൈപ്പ് പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ നിരന്തരം പൊട്ടുവാണ് ഈ പഞ്ചായത്തിൽ. ഇപ്പൊ തന്നെ ഞാനിവിടെ മെമ്പറായതിനു ശേഷം ഒരു 400ഓളം ഭാഗങ്ങളിലാണ് പൊട്ടിയേക്കുന്നത് ഏകദേശം. അതെല്ലാം വിളിച്ചു പറഞ്ഞ് അവർ അന്നേരം വന്ന് ഒട്ടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ ഈ പൈപ്പ് ഈ വെള്ളം മൊത്തം മാറുകയും ഇതിന്റെ പ്രശ്നം മാറിയിട്ട് മാത്രമേ ഈ പൈപ്പ് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വിളിക്കുമ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ പറയും, അടുത്ത ആളെ വിളിക്കാൻ പറയും, അടുത്ത ആളെ വിളിക്കുമ്പോൾ അടുത്ത ആളെ വിളിക്കാൻ പറയും. എന്തായാലും ഇതെങ്ങനെ വലിയ കുഴപ്പത്തിലായിട്ടാണ് കിടക്കുന്നത്. ഇതിപ്പോ ടാറിങ്ങിന് ഉറപ്പില്ലാത്തോണ്ടാന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഉറപ്പാണ്. ഇത് മൊത്തത്തിൽ ഭൂമിയുടെ അടിക്കുന്ന മൊത്തം പൈപ്പെല്ലാം പൊട്ടിയങ്ങ് പോവല്ലയോ. ഇത് ഏതൊക്കെ ഭാഗത്ത് കണ്ടപ്പോൾ ഈ ഭാഗത്ത് പൊട്ടിയേക്കുന്നത് റോഡിന്റെ നടുക്കൂടൊക്കെ അങ്ങ് പൊട്ടി വരുമല്ലയോ. ഈ ജംഗ്ഷനിലും ഇങ്ങനെയുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പൊട്ടുമ്പോൾ വന്ന് ചെയ്യാമെന്നാണ് അവര് പറയുന്നത്. ജംഗ്ഷനിലും ഇതുപോലെ പൊട്ടിക്കിടക്കുക. അത് പല ഭാഗത്തുനിന്ന് പൊട്ടി മേളിലോട്ട് വരുമ്പോൾ പറയും ഒരു ഭാഗത്ത് പൊട്ടട്ടെ, അന്നേരം ഞങ്ങൾ വന്ന് ചെയ്യാമെന്നാ AE പറഞ്ഞേക്കുന്നത്. അന്നേരം അതിന്റെ എങ്ങനെയാണ് സംവിധാനം എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കൂടെ അവിടെ പൊട്ടി ഒലിക്കണം. അത് ഈ ഭാഗത്ത് തന്നെയല്ല, ഈ റോഡിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നോക്കുന്നിടത്തെല്ലാം ഇങ്ങനെ ദിവസവും ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു ദിവസം ഇത് വിളിച്ചു പറയുമ്പോഴത്തേക്ക് അടുത്ത ഭാഗത്തോട്ട് അടുത്ത ദിവസം വിളിച്ചു പറയണം. ഒരു ദിവസം തന്നെ അല്ല ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് എന്തോ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിന്റെ ക്വാളിറ്റി ഇല്ലാഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്ത ആളാണ്. അന്നേരം അവിടെങ്ങും ഇതുപോലുള്ള പൈപ്പുകൾ പൊട്ടി ഇങ്ങനെ ഒലിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. അത് പോകുന്നത് മൊത്തം നമ്മുടെ ഇവിടുത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വില കൊടുത്ത് വാങ്ങിച്ച് ടെൻഡർ ചെയ്ത് പണിയുന്ന ആ ഭാഗങ്ങളിലാണ് ഈ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും ഇതിപ്പോൾ തന്നെ ഈ റോഡാണെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൂടെ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, യാത്ര ചെയ്യാൻ പറ്റത്തില്ല. വളരെ സ്പീഡിൽ ബസ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അപകടം ഉണ്ടാവും. പെട്ടെന്ന് ഒരു 60-70 സ്പീഡിൽ വരുന്ന ആളിത് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആൾ മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിപ്പം ഇപ്പോൾ രാവിലെ പൊട്ടിയതാണെന്ന് പറയുന്നു. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ അറിഞ്ഞ ഉടനെ ഞാൻ ഓടി വന്നതാണ്. ഞാൻ അന്നേരം വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ഈ വിവരങ്ങളെല്ലാം കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുകയും ഈ പൈപ്പുകൾ മൊത്തത്തിൽ മാറ്റിയിട്ട് പുതിയ പൈപ്പുകൾ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും പൊട്ടുന്നതിൻ്റെ കാരണം എന്തുവാ, അതെന്തോ സംതിങ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് അന്വേഷിച്ച് വേണ്ടുന്ന മുൻകരുതൽ എടുത്തുകൊണ്ട് മാറ്റേണ്ട ഭാഗങ്ങളിലെല്ലാം എത്രയും പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് അധികൃതർ ഇത് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ വാർഡ് മെമ്പർ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പറങ്കിമാമുകൾ വാർഡാണ്, തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡാണ്. ഈ ഭാഗങ്ങളിലെല്ലാം ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴേ ഈ കാണുന്ന ഈ പത്തനാപുരം താലൂക്കിൻ്റെ പത്തനാപുരം നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പൊട്ടുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അത് ഞാൻ തന്നെയല്ല, ഇതിലേക്കൂടെ ഗതാഗത മന്ത്രിയും ധനകാര്യമന്ത്രിയും ദിവസവും ഇങ്ങനെ സഞ്ചരിക്കുന്ന റോഡാണ്. എന്നിട്ടും ഇത്രയും തകർന്ന് കിടക്കുക ഈ റോഡുകൾ. അതുകൊണ്ട് വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് പറയുകയല്ല. നാടിൻ്റെ ഒരു വികസനം എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നവരുടെ ഒരു അവകാശമാണ്. ഈ ജീവന് സംരക്ഷണം വേണമെന്നുള്ളത്. എന്നാൽ ആ സംരക്ഷണം ഇല്ലാതെ ഇപ്പൊ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടികൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനാപുരം പിടവൂർ കിഴക്കേത്തിരി വഴി പോകുന്ന ഏറ്റവും സ്പീഡിൽ പോകുന്ന റോഡാണ്. പത്തനംതിട്ട ഉള്ളവര് പത്തനംതിട്ട പിന്നെ അടൂരൊക്കെ ഉള്ള ഭാഗത്തുനിന്ന് പത്തനാപുരത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പെട്ടെന്ന് പോകാൻ സിഗ്നൽ ഇല്ലാതെ പോകാൻ പറ്റുന്ന റോഡാണിത്. അതായത് കൊട്ടാരക്കര പോകാതെ തന്നെ കിഴക്കേത്തിരി വഴി പിന്നെ ചെങ്ങമ്മനാട്ട് കയറി തിരുവനന്തപുരത്ത് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ
നല്ല റൂട്ടാണ് അതുകൊണ്ട് വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇതെല്ലാം പൊട്ടി തകർന്ന് കിടക്കുകയാണ്. ഇത് പരിഹരിക്കുന്നതോടൊപ്പം തന്നെ മൊത്തം പൈപ്പുകളും മാറ്റിയിടും, ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതിന്റെ പുറത്തൂടെ പോയി, ഇപ്പൊ വെള്ളം പൊക്കോണ്ട് നിന്നതാ. ബസ് വന്ന് അതിന്റെ പുറത്തൂടെ പോയി. അങ്ങനെ ആ റോഡ് ശകലമൊക്കെ പൊട്ടിപ്പോയി. എല്ലാം വെള്ളം വരുവാ. ഇന്നലെ രാത്രിയിലോ ഉണ്ടായിരുന്നോ അതോ അല്ല, ഇപ്പൊ ഇവിടെ സംഭവിച്ച കാര്യമല്ല. കുറച്ച് മുമ്പ്? ഇതുവരെ ഇവിടെ ഒന്നുമില്ലായിരുന്നു. സാധാരണ ഞാനൊക്കെ കരുതിയപ്പോഴും നിങ്ങളിപ്പോ ജോലിക്ക് പോകുന്ന വഴിക്കാന്നോ കണ്ടത്? അത് ശരി. ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ ബന്ധപ്പെട്ട ആരെ? മെമ്പർ വന്നിട്ട് പോയോ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴായി സംഭവം അല്ലേ?